ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ HST ഫിസിക്കൽ സയൻസിൻ്റെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആൻസർ കീയുടെ ഒരു വീഡിയോ ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ആൻസർ കീ ഒന്ന് നോക്കിയിട്ട് അപ്രോക്സിമേറ്റ് എത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ നോക്കുക. അപ്പോൾ എല്ലാവരും പൊതുവായിട്ട് നമുക്ക് കമൻ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, എത്ര കട്ട് ഓഫ് വരും സാറേ, എങ്ങനെയാവും, എന്താവും എന്നുള്ളതൊക്കെ ഒരവസ്ഥ. അപ്പോൾ നമുക്കറിയാം ഇത് ജില്ലാ അടിസ്ഥാനത്തിലുള്ള പരീക്ഷയാണ് നടന്നത്. അപ്പോൾ ഓരോ ജില്ലയ്ക്കും ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ എങ്കിലും അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഓൾമോസ്റ്റ് കട്ട് ഓഫുകൾ അടുത്ത് വരാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കുകൾ കിട്ടിയിട്ടുണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്നും. എത്ര മാർക്കിന് അവർ എഴുതി, എങ്ങനെയാണ്, അതുപോലെ പരീക്ഷയുടെ നിലവാരം, പിന്നെ നമ്മൾ ഒരു അനാലിസിസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് എത്രത്തോളം ഇവർ ചെയ്യാം എന്നൊരു പോസിബിലിറ്റി കൂടിയൊക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സാം പൊതുവേ എങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കും നമ്മുടെ അനാലിസിസും ഇങ്ങനെയാണ്. എക്സാം പൊതുവേ ഒരു മീഡിയം ലെവലാണ്. അതായത് ഭയങ്കര പാടാണെന്ന് ചോദിച്ചാൽ ഭയങ്കര പാടല്ല, എന്നാൽ ഭയങ്കര ഈസി ആണെന്ന് ചോദിച്ചാൽ ഭയങ്കര ഈസി അല്ല. ഒരു മോഡറേറ്റ് ലെവലിലായിരുന്നു സത്യം പറഞ്ഞാൽ പരീക്ഷ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് 5 ചോദ്യങ്ങളും ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. ഫിസിക്സിലാണേലും ഒരു 5 ചോദ്യങ്ങളോളം ഈ പറയുന്ന പ്രോബ്ലം, അതായത് നമ്മുടെ സമയം കളയുന്ന രീതിയിലുള്ള പ്രോബ്ലം ടൈപ്പ് ചോദ്യങ്ങളുണ്ടായിരുന്നു 5 എണ്ണം. അത് 5 എണ്ണം ഒഴികെ, ആ 5 നമ്മൾ പഠിപ്പിച്ചതാണെന്ന് മനസ്സിലാക്കുക ആദ്യം. ബാക്കി 35 എണ്ണം ഈസി ആയിട്ട് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ചോദ്യങ്ങളായിരുന്നു. പിന്നെ കെമിസ്ട്രിയിലാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു. ഭയങ്കര ടഫ്നെസ്സിലേക്കും കെമിസ്ട്രിയും പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫും അതനുസരിച്ചിട്ടുള്ള രീതിയിൽ വരാം. പക്ഷേ ഈ ഫിസിക്സിൽ ഒരു 5 ചോദ്യങ്ങൾ ഒരുപാട് എഴുത്തുള്ള ചോദ്യങ്ങളായതുകൊണ്ട് ഒരുപാട് കുട്ടികൾ വായിച്ച് സമയം കളഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേര്. അപ്പോൾ അങ്ങനെ പാടായി പോയ കുറച്ച് ആളുകളുണ്ട്. എല്ലാ ചോദ്യങ്ങളിലേക്കും ഓടിയെത്താൻ പറ്റാത്ത ആളുകൾ, രണ്ടാമത് ഒരു വട്ടം കൂടി തിരിച്ച് ചോദ്യങ്ങൾ നോക്കാം സമയം കിട്ടാത്ത ആളുകൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിന്നെ ഈസിയായ ചോദ്യങ്ങൾ മാറ്റി ബബിൾ ചെയ്ത് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതെല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളൊരു കട്ട് ഓഫ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കട്ട് ഓഫിൻ്റെ പ്രവചനം പറയാനാണെങ്കിൽ, ഈ ബോക്സിൽ വരച്ചിരിക്കുന്ന 15 അല്ല കേട്ടോ കട്ട് ഓഫ്, ഞാൻ അതൊരു ഗ്രാഫിക്സ് ആയിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പം നമ്മൾ കട്ട് ഓഫ് ഇവിടെ ഒന്നും പ്രതീക്ഷിക്കുന്നത് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 44-നും ഒരു 52-നും ഇടയ്ക്കായിരിക്കും നിങ്ങളുടെ ഈ കട്ട് ഓഫ് വരുന്നുണ്ടാവുക. എന്താണ്, ഒരു 44-നും അതുപോലെ തന്നെ ഒരു 52-നും ഇടയ്ക്കാണ് നമ്മൾ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളൊരു അപ്രോക്സിമേറ്റ് കട്ട് ഓഫാണ് നമ്മൾ ഈ പറയുന്നത്, 44-നും 52-നും ഇടയിൽ. അപ്പോൾ ഈ അധികം ഉദ്യോഗാർത്ഥികളില്ലാത്ത ചില ജില്ലകളിൽ, അതായത് നിയമനങ്ങൾ കുറച്ച് നടക്കുന്ന ജില്ലകളൊക്കെ ഉണ്ടല്ലോ, ആ ജില്ലകളിൽ ഒരുപക്ഷെ ഈ 44-നും താഴെ കട്ട് ഓഫ് ചിലപ്പം വരാം. കാരണം ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ നല്ല കോമ്പറ്റീഷനിൽ പഠിക്കുന്ന ആളുകൾ ഒരുപാട് പേര്, ഇപ്പോൾ മലപ്പുറം പോലെ ഡിസ്ട്രിക്റ്റുകളൊക്കെ ഒരുപാട് ആളുകൾ, പാലക്കാട്, മലപ്പുറം, തൃശ്ശൂരൊക്കെ ഒരുപാട് ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു റേഞ്ചിലേക്ക് കട്ട് ഓഫ് വരാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു 44-നും 52-നും ഇടയ്ക്കാണ് നമ്മുടെ കട്ട് ഓഫ് നമ്മൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഒരു പ്രഡിക്ഷനാണ് കേട്ടോ, ഇതൊരു പ്രഡിക്ഷനാണ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ ഈ പറയുന്നത്. ഇത് അതുപോലെ തന്നെ വരണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നമ്മുടെ ഒരു അനുമാനം, നമ്മളിപ്പോൾ ഇലക്ഷനൊക്കെ കഴിയുമ്പോൾ പറയത്തില്ലേ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന പോലെ, നമ്മൾ ഒരു അനാലിസിസ് നടത്തിയിട്ട് പറയുന്ന ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിൽ കുറവ് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ സങ്കടപ്പെടുമൊന്നും വേണ്ട, പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി, നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചിട്ടൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് നിയമനങ്ങൾ കിട്ടാം, നിങ്ങൾ അപേക്ഷിക്കുന്ന ജില്ല അനുസരിച്ചിട്ട് കിട്ടാം. അപ്പോൾ ഒരാളും പ്രതീക്ഷ കളയണ്ട. പക്ഷേ ഈ പരീക്ഷ കഴിഞ്ഞു, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വിടുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നു കളയുക. എന്നിട്ട് ഇനി എന്ത് ചെയ്യണം, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം. ഇപ്പോൾ പല വിദ്യാഭ്യാസ നയങ്ങളും പല കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ മുന്നിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് പോസിബിലിറ്റീസ് ഉണ്ടാവുമല്ലോ, ആ പോസിബിലിറ്റീസിലേക്കുള്ള അടുത്ത സ്റ്റെപ്പ് നമ്മൾ വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് HSST ജൂനിയർ 2026. അപ്പോൾ നമുക്കിനി മുന്നിലുള്ളൊരു പരീക്ഷ, ഇനിയിപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു പക്ഷേ ഈ ഡിസംബറിലേക്ക് ചിലപ്പം കയറി വിളിക്കാം ഈ HSST ജൂനിയർ പോസ്റ്റ് ഫിസിക്സ്. കാരണം അടുത്ത വർഷം പകുതിക്ക് മുമ്പ് ആ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയും. അപ്പോൾ അതിനു മുമ്പ് എന്തായാലും വിളിക്കണം. കാരണം ഇലക്ഷനൊക്കെ സമയമാകുമ്പോഴത്തേക്ക് പെരുമാറ്റച്ചട്ടം വരും, പിന്നെ ആ സമയത്തൊന്നും ഇവർക്ക് വിളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും വിളിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു ഫെബ്രുവരിക്ക് മുന്നേ ഇത് വിളിക്കണം, മനസ്സിലായോ? അങ്ങനെ വിളിച്ചാലേ ഇലക്ഷൻ കഴിഞ്ഞ് പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ നയങ്ങൾ, പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ വരും, അത് വരുമ്പോൾ വരട്ടെ, അപ്പോൾ നമുക്ക് കാണാവുന്ന മൈൻഡിൽ എടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ വിളിച്ചിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം തികയത്തില്ല. ഇപ്പോൾ നിങ്ങൾ ഈ പരീക്ഷ പഠിച്ചിട്ട് മനസ്സിലാണല്ലോ, പെട്ടെന്ന് പരീക്ഷ വന്നു, നമ്മൾ ആ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കുക എന്നുള്ള വലിയ പാടാണ്. പഠിച്ചെടുക്കും, പക്ഷേ റിവിഷൻ ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ ആ സമയം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നേരത്തെ പഠിച്ച് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ HSSTയുടെ പോസ്റ്റുകൾ ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും എല്ലാം നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സിലാണെങ്കിൽ ഒരു സൂപ്പർ 50 ബാച്ച് ഉണ്ട്. അപ്പോൾ ആ ബാച്ചിൽ ഇപ്പോൾ അഡ്മിഷൻ എത്രത്തോളം
ഒരുപാട് അഡ്മിഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ വേക്കൻസി ഉണ്ടെങ്കിൽ, ഇപ്പോൾ 50 പേരെ നമ്മൾ പറഞ്ഞിരിക്കാം, അതിൽ കൂടുതൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അഡ്മിഷൻ എടുക്കാം. അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ബാച്ചും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റിൽ കോൺടാക്ട് നമ്പറുകളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കറക്റ്റ് ട്രാക്കിലാണ്. നമ്മുടെ പഠിത്തം ഒന്നും കളയരുത്. ഈ പരീക്ഷ മോശമായി എന്ന് ഡെസ്പ് ആവരുത്. ഇനി നല്ലതാണെന്ന് വെച്ച് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കരുത്. കാരണം നമുക്ക് അറിയില്ല റാങ്ക് ലിസ്റ്റ് എങ്ങനെ വരും, എവിടെയാകും നിങ്ങളുടെ പൊസിഷൻ, ജോലി കിട്ടുമെന്നും അറിയില്ല. നമ്മളെല്ലാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. നമുക്ക് കിട്ടാനുള്ള സമയമാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പോസ്റ്റ് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത HSST നിങ്ങൾ ആദ്യത്തെ റാങ്കിൽ വന്ന് നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് HSA ആയിട്ട് ഒരു 7-8 വർഷം ജോലി ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് HSSTയിലാകുന്നതിന് മുമ്പ് തന്നെ ഒറ്റ വർഷം കൊണ്ട് തന്നെ HSST ആവാനും പറ്റും. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് പല നെഗറ്റീവും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പറയും, അതൊന്നും കേൾക്കണ്ട. പോസിറ്റീവായിട്ട് ചിന്തിച്ച് പഠിത്തം സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 20-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ HSSTയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അന്നോട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് അഡ്മിഷനൊക്കെ എടുത്ത് ഒരു 2-3 ദിവസം ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഉഷാറായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.